വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുകയും മെച്ചപ്പെട്ട പ്രവർത്തനത്തിലൂടെ അത് സാമ്പത്തികമായി ഉന്നമനത്തിലെത്തുമ്പോഴുമാണ് സംരംഭം ചെറുതായാലും വലുതായാലും വിജയം കൈവരിക്കുന്നത്. ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രിയ ശ്രോതാക്കളെ, സൂക്ഷ്മ ചെറുകിട വ്യവസായ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രി വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പറും സംരംഭകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനവും നൽകുന്ന അബ്ദുൾ അസീസ് CP-യുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇന്നലെ വയലും വീടും പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ഒരു സംരംഭം എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെ അപേക്ഷ നൽകണം, ഇത് ഇന്നത്തെ അപേക്ഷകളൊക്കെ ഓൺലൈനാണ്. ഇന്നിപ്പം ഗവൺമെന്റ് തന്നെ PMFME എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ആ സ്കീം എന്ന് പറയുന്നത് അതിനു വേണ്ടി പ്രത്യേകിച്ച് കുറച്ച് ആളുകളെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ തെരഞ്ഞെടുത്ത് അവരെ വിട്ടിരിക്കുകയാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണോ? PMFME സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഇത് പ്രൊജക്റ്റ് വരെ നിങ്ങൾ ഉണ്ടാക്കേണ്ട, അവർ നിങ്ങളെടുത്ത് വന്നു. നിങ്ങൾ ആ സ്കീമിന് വേണ്ടി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജില്ലയിൽ നിന്ന് നിങ്ങളെ എടുത്തൊരു ആൾ വരും. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അവിടെ വരും. വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാം നിങ്ങളെ കൂടെ നിന്നിട്ട് പ്രൊജക്ട് തുടങ്ങാൻ. അത് ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ഇവിടെ അതിൽ സബ്സിഡി കിട്ടുള്ളൂ. അത് എന്ത് ഇൻഡസ്ട്രിയാണോ. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളെ വീട്ടിൽ നമ്മളൊരു ചെറിയ ഡ്രയർ വാങ്ങിയാൽ മതി. ചെറിയ ഡ്രയറുകളുണ്ട് ഇപ്പോൾ ആവശ്യം പോലെ. അതിൽ എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ വാങ്ങിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കാം. ഇനി അതല്ല, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇപ്പൊ മഞ്ഞൾ, ഇഞ്ചി, അതുപോലെയുള്ള മറ്റു തന്നെ അത് വാങ്ങിച്ചു വെച്ച് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മാറ്റം വെച്ച് പ്രോസസ്സിങ് വരികയാണ്. അപ്പൊ യൂണിറ്റായി ഒരു പ്രോസസ്സിങ്. അതിനെ നമ്മൾ കൊണ്ടുവന്ന് മൂല്യവർദ്ധിതമായി മാറും. അതായത് നിങ്ങൾ ഇഞ്ചി വാങ്ങുന്നു, ഇഞ്ചി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് തരംതിരിക്കുന്നതിനൊരു പ്രത്യേക ഘടകം. ചെറുതും വലുതും ഒക്കെ ഒരേ വലുപ്പത്തിൽ ക്വാളിറ്റി നോക്കിയിട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് അതിനെ പ്രത്യേകം എടുക്കുന്നു, മറ്റു വേറെ എടുക്കുന്നു. ഇത് ഡിഫറെന്റ് വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ ഇത് ഡിഫറെന്റ് വില എന്ന് പറഞ്ഞാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് മാറുകയാണ്. അതിന് നമുക്ക് ചില ലൈസൻസുകളൊക്കെ വേണ്ടി വരും. നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ ലൈസൻസ് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ അതിന് പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. നാനോ ഇൻഡസ്ട്രി ആയിട്ട് വരും. നാനോ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ലൈസൻസ് വേണ്ടി വരുന്നത് 5 ലക്ഷം വരെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നേരത്തെ ഫസ്റ്റിൽ ഞാൻ സൂചിപ്പിച്ച സ്ഥിര മൂലധനം 5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. 5 HP കൂടുതൽ മോട്ടോർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വൈറ്റ് ആൻഡ് ഗ്രീൻ കാറ്റഗറി, ഇത് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഗവൺമെന്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അത് നമുക്ക് ഇതിൽ അടിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് കാറ്റഗറി ആണെന്നുള്ളത്. അപ്പം ഈ വൈറ്റ് കാറ്റഗറി ആണെങ്കിൽ ഗ്രീൻ കാറ്റഗറി ആണെങ്കിലും നമുക്ക് എന്ത് വേണ്ട, പഞ്ചായത്ത് രജിസ്ട്രേഷൻ വേണ്ട. അപ്പം ഈ കാര്യങ്ങൾ മാത്രം വെച്ച് നമുക്ക് യൂണിറ്റ് തുടങ്ങാം. ഇപ്പൊ എന്ത് വേണം, കേന്ദ്ര ഗവൺമെന്റ് ലൈസൻസുകളുണ്ട്, പാക്കിംഗ് ലൈസൻസ്, അതുപോലെ ഫുഡ് FSSAI, അതൊക്കെ നിങ്ങൾ എടുക്കണം. അത് നിങ്ങളെ വീട്ടിലെ അഡ്രസ്സിൽ നിങ്ങൾക്ക് എടുക്കാം. അത് എടുത്താൽ മതി. നിങ്ങൾ പിന്നെ പാക്കിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ മൂല്യവർദ്ധിതമാക്കി നമുക്ക് തന്നെ സെയിൽ ചെയ്യാം. ഇപ്പം ഇവിടെ ചെറിയ തുടങ്ങിയ ഒരു യൂണിറ്റിനെ 2 യൂണിറ്റിനെ കുറിച്ച് എനിക്കറിയാം. അവർ മാവ് ഉണ്ടാക്കുന്നതായിരുന്നു, ഇഡ്ഡലി മാവ്, ദോശമാവ്. അപ്പം അങ്ങനത്തെ 2 യൂണിറ്റ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അവർ നല്ല വിജയത്തിലാണ്. ഇപ്പൊ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ നിന്ന് തുടങ്ങിയ സാധനം ഒരു യൂണിറ്റായി വേറെ സ്ഥലത്തേക്ക് മാറ്റിയ. കാരണം അതിന്റെ എക്സ്പെൻസ് കൂടി, ക്യാപിറ്റൽ സ്ഥിരമൂലധനം വർദ്ധിച്ചോടുകൂടി അവർ വലിയ യൂണിറ്റായി മാറി. ആരതിനെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ രംഗത്ത് വരാനും മറ്റുമൊക്കെ എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ എക്സിബിഷനായിട്ടും മറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആദ്യം തയ്യാറാവുക. അത് തയ്യാറാകുമ്പോൾ അതെന്തായിരിക്കണം പ്രൊഡക്റ്റ് എന്ന് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, അത് ഏത് ബാങ്കിന് ഏത് സ്കീമിലായിരിക്കും എനിക്ക് ഗുണം കിട്ടുക. ചില സ്കീമിനേക്കാളും നല്ല സ്കീമായിരിക്കും വേറെ. ഈ PMFME പറഞ്ഞു, അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മാത്രമാണ് നമുക്ക് സബ്സിഡി 35% കിട്ടും. നേരെ മറിച്ച് EGP എന്ന് പറഞ്ഞ സ്കീമുണ്ട്, അതിന് മൊത്തം പ്രൊജക്ട് കോസ്റ്റിന്റെ നേരത്തെ ഞാൻ കണക്കൂട്ടിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടലായിട്ട് നമ്മൾ പറഞ്ഞ 50,000 1 ലക്ഷത്തിന് ഈ റൂറൽ ഏരിയ ആണെങ്കിൽ 35% കിട്ടും. അത് മൊത്തത്തിന് കിട്ടും. പക്ഷേ FMEയിൽ വരുമ്പോൾ നമുക്ക് ക്യാപിറ്റലിനെ കിട്ടും മൊത്തമായിട്ട്. ഇതിൽ PMAGയിൽ കിട്ടും. പക്ഷെ മറ്റതിന് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന് വേറെ ലോൺ ഉണ്ട്, സബ്സിഡി കൂടിയുള്ള വേറെ സബ്സിഡി ലോൺ വേറെ കിട്ടും. അതുണ്ട്. അപ്പൊ ഏകദേശം ഒക്കെ ഈക്വലാണ്. എന്നാലും ഏത് സ്കീം വേണം എന്ന് തിരഞ്ഞെടുക്കണം. സ്കീം തിരഞ്ഞെടുക്കുക, പ്രൊഡക്ഷൻ തിരഞ്ഞെടുക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് നോക്കേണ്ടതില്ല, സുഖസുന്ദരമായിട്ട് വീടുകളിൽ യൂണിറ്റ് ഉണ്ടാക്കാം. അതിന് മറ്റുള്ള ഒരു വിഷയങ്ങളും ഇല്ല. അപ്പം ഈ വല്ലാതെ മെഷീനറികളൊക്കെ വെച്ച് വലിയ മെഷീനറിയൊക്കെ വെച്ച് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില ആളുകൾക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത് ക്യാഷ് ഷിഫ്റ്റ് റേഷ്യോ ചെയ്യും. ക്യാഷ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നമുക്ക് 3.5 വർഷം വരെ ഒരു ഇത് ഹാജരാക്കേണ്ടതില്ല. മനസ്സിലായി. നമ്മളിപ്പോ ഒരു സംരംഭം തുടങ്ങി ഒരു 3 വർഷം വരെ അതിന് നമുക്ക് അതിന്റെ ഇതൊന്നും ഹാജരാക്കേണ്ട വേണം. ഈ പിന്നെ FSSAI ഉണ്ടെങ്കിൽ അത് വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെതും വേണം. ബാക്കി എല്ലാ ലൈസൻസുകളും നിങ്ങൾ തുടങ്ങി 3 വർഷം കഴിഞ്ഞ് വീണ്ടും 6 മാസം 3 മാസം വർഷം 6 മാസം കഴിയുമ്പോഴേക്ക് ഹാജരാക്കിയാൽ മതി. അത്രയും താമസം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചില ആളുകൾ യൂണിറ്റ് പോയി തുടങ്ങും. അത് തുടങ്ങുന്നത് ആരോടും ആലോചിക്കാതെ, ഒരു ഇൻഡസ്ട്രീസ് ഓഫീസറെ അതുപോലെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആരുമായിട്ട് ചർച്ച ചെയ്യാതെ അങ്ങ് തുടങ്ങും. അങ്ങനെ തുടങ്ങിയ എത്രയോ ആളുകൾ ഇന്ന് പെട്ടിരിക്കുന്നു. കാരണം ഇതിൽ നമ്മൾ ഒരു ഇൻഡസ്ട്രി ലൈസൻസ് കിട്ടണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, ഗ്രാമപഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷൻ എവിടെ നിന്നാണെങ്കിലും അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പം അത് ബിൽഡിങ്ങുകളൊക്കെ 2-3 പർപ്പസിലാണ് ഉണ്ടാവുന്നത്. ഒന്ന് റെസിഡൻസ് ആയിരിക്കും, മറ്റൊന്ന് കൊമേഴ്ഷ്യൽ ആയിരിക്കും, മറ്റൊന്ന് ഇൻഡസ്ട്രീസ് ആയിരിക്കും. അപ്പം 5 HP കൂടുതൽ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് 3 HP കൂടുതൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ തരാൻ പറ്റില്ല. അപ്പം ചില ആളുകൾ വെളിച്ചെണ്ണ മില്ല് 10 HP മതി, അത് വെച്ചിട്ട് ഇതുപോലത്തെ കടകൾ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊന്നും ലൈസൻസ് കിട്ടില്ല. അപ്പൊ എന്തായി, 3 വർഷത്തോടു കൂടി ഇവർക്ക് ഇത് അടച്ച് പൊട്ടേണ്ടി വരും, അല്ലെങ്കിൽ സ്ഥലം മാറ്റേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന വ്യവസായ കേന്ദ്രത്തുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ഖാദി കമ്മീഷൻ ഉണ്ട്, ഖാദി ബോർഡ് ഉണ്ട്, അതുപോലെ ഗവൺമെന്റിന്റെ മറ്റു പല ഏജൻസികളും ഉണ്ട്, പിന്നോക്ക കോർപ്പറേഷൻ ഉണ്ട്, അവരൊക്കെ വായ്പകളുണ്ട്. അപ്പോൾ അവരൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇൻഡസ്ട്രി ആയിട്ട് കൂടുതൽ എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതിനാണ് വ്യവസായ കേന്ദ്രങ്ങൾ. സ്കീം അല്ലാതെയും ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വ്യവസായ കേന്ദ്രങ്ങൾ ത്രൂ, അല്ലെങ്കിൽ പഞ്ചായത്ത് ത്രൂ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് തുടങ്ങുന്നത് തീരുമാനമായി കഴിഞ്ഞാൽ അതിന് കെട്ടിടം എങ്ങനെ വേണം, ആ കെട്ടിടം വേണമെങ്കിൽ അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എന്തൊക്കെ നിയമങ്ങളാണ്, എത്ര വിട്ടിട്ടാണ് വീട് പാടുള്ളൂ, എന്താണ് എന്നൊക്കെ അറിയണം. ഇതൊന്നും അറിയാതെ പലരും അങ്ങ് തുടങ്ങിയതിന് ശേഷമാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്. അപ്പം അവർക്ക് എന്ത് കിട്ടില്ല, അതിന് ആനുകൂല്യം കിട്ടില്ല. അതിന് ഗവൺമെന്റിനെ പഴിച്ചത് കൊണ്ടോ മറ്റുള്ള ആളുകളെ ബാങ്കിന് പഴിച്ചത് കൊണ്ടോ കാര്യമില്ല. ബാങ്കിൽ ലോൺ തരണമെങ്കിൽ എന്ത് വേണം, എല്ലാ പേപ്പറുകളും കൃത്യമായിരിക്കണം. അതിൽ പഞ്ചായത്തിന്റെ ലൈസൻസ്, ക്യാഷ് ഷിഫ്റ്റ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ക്യാഷ് ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ ഗവൺമെന്റിന്റെ എല്ലാ നോംസും അനുസരിച്ചാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത നിങ്ങൾ പിന്നെ അതിനെ നോംസിലല്ലാതെ പോയി തുടങ്ങിയെന്നാണല്ലോ പിന്നീട് വരുന്ന അർത്ഥം. കിട്ടിയില്ലെങ്കിൽ അപ്പം നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വരും. അപ്പം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു സംരംഭം ധൈര്യമായിട്ട് തുടങ്ങാം. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഇതിന് പ്രസക്തിയേ അല്ല. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വായ്പ കിട്ടുന്നുണ്ട്, ഒരു സംവിധാനമുണ്ട് ഇന്ന് ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും പല സംരംഭങ്ങളും കാണുമ്പോൾ അവർ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് സംരംഭം തുടങ്ങുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ എന്നൊരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അതിനൊരു ഈ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് പരിഗണിക്കാതെ തന്നെ കിട്ടും. പിന്നെ നല്ല വലിയ ഇൻഡസ്ട്രികൾ, അതും ഒരു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ തുടങ്ങിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും SLC വരെ പഠിക്കാത്ത ഒരു നല്ല നല്ല യൂണിറ്റുകൾ നടത്തുന്നവരുണ്ട്. അപ്പം ഈ ഒരു സംരംഭം നടത്താൻ എന്തല്ല, അവ സംരംഭകനാകുക എന്നുള്ളതാണ്. അത് മറ്റുള്ള വിദ്യാഭ്യാസം കൊണ്ടല്ല. ഒരു സംരംഭകനാകുന്നത് ഈ സംരംഭത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അതിലിടപെടുകയും അതെങ്ങനെ മാർക്കറ്റിങ്ങും അതുപോലെ അതിൻ്റെ റോ മെറ്റീരിയൽ തന്നെ എടുക്കുക, ഇതൊക്കെ ഒരു ഘടകങ്ങളാണ്. ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇന്ന് ഏറ്റവും സാധ്യതയുള്ളത്, ഇന്ന് കേരളത്തിൽ നമ്മുടെ വീടുകളിൽ ഏറ്റവും സാധ്യതയുള്ളത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ.
നമ്മൾ വിശാലമായി കിടക്കുന്നു നമ്മളുടെ കാർഷിക മേഖലയിലുള്ള സൗകര്യങ്ങൾ. മറ്റൊന്ന്, ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ മൂഴിക്കലുള്ള നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമുണ്ട്, തോട്ടവിള ഗവേഷണ കേന്ദ്രം, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് മൂഴിക്കൽ. അവിടെ ചെന്നാൽ ഇതിന് നിങ്ങൾക്ക് അവിടെ ഓഫീസർമാരുണ്ട് ഇത് പറഞ്ഞു തരാൻ. അത് നിങ്ങൾക്ക് മനസ്സിലൊരു ആശയമുണ്ട്, നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാ ചെയ്യേണ്ടത്. കോക്കനറ്റ്, അതല്ലെങ്കിൽ നമ്മുടെ കുരുമുളക്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉൽപ്പന്നം, ഈ ഉൽപ്പന്നത്തിന് ഇന്ന സാധനം ഉണ്ടാക്കിയാൽ എനിക്ക് നന്നാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ചക്ക. വെറുതെ നശിക്കുന്നതാണ് നമ്മൾ ചക്ക. ഇത് എത്രയോ പറയുന്നുണ്ട്. നമ്മുടെ ചക്ക എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻറ്റും വളരെ ഇതായിട്ടുള്ള സാധനം. ഈ ചക്കയിൽ നമ്മൾ ചക്കയുടെ ചുള മാത്രമാണ് അധികം ആളുകൾ എടുത്ത് ഉപയോഗിക്കുന്നത്. അതിൽ വേറെ എന്തൊക്കെ ഉൽപ്പന്നമുണ്ട്. കുരുണ്ട്, അതൊന്നുമില്ല. അതിലൊക്കെ മേലെ കുരുവിന്റെ മേലെ നമ്മൾ ഒരു പാടേന്റെ മേലൊരു സാധനം ഉണ്ട്, ചെറിയൊരു കെട്ടുണ്ടാവുന്നത്. ഈ കുരുവിന്റെ മേലെ അത് ഏറ്റവും നല്ല സ്റ്റാർട്ട്. കാരണം അതിൽ നിന്നാണ് ഇതിന് മുള വരുന്നത്, ചക്കക്കുരു മുളയ്ക്കുന്നത്. ആ മുള വരുമ്പം അതിനെ വളർത്തുന്നതാണ്. അത് അത്രയും സാധനമുള്ള സാധനമാണ് അല്ലെ. അത് തേങ്ങ മുളയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അതിൽ പൊങ്ങുണ്ടാവും. ആ പൊങ്ങ് എന്തിനാണ്, ഇതിന് വളരാനുള്ളതാണ്. അപ്പം അത് ഏറ്റവും അതിനെ മൂല്യവർദ്ധിതമാക്കി മാറ്റണം എന്നൊരാൾക്ക് തോന്നുകയാണ്. അല്ല, പൊങ്ങ് വളരെ ഗുണമുള്ള സാധനമാണ്. അതുപോലെ തന്നെ അത് യൂണിറ്റ് ആണ്. അതിനെടുത്ത് നിങ്ങൾക്ക് പലതും ചെയ്യാം. ശരിക്കും പറഞ്ഞ ഒരു തേങ്ങ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റും. നിറയെ ഒന്നും രണ്ടോ ഉൽപ്പന്നമൊന്നുമല്ല തേങ്ങയില്. അല്ല, തേങ്ങ നിങ്ങൾക്ക് പച്ചത്തേങ്ങ ചിരവി നിങ്ങൾക്ക് നാടൻ വെളിച്ചെണ്ണ, പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്ന ഈ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാവും വീട്ടിലെ. ഇപ്പോഴും വെർജിൻ കോക്കനട്ട് ഇപ്പോഴും വീടുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് നേരിട്ട് കഴിക്കാം, മറ്റൊരു അലർജിയും വിഷയങ്ങളും ഇല്ല. അന്ന് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ വരെ അത് തേച്ചാണ് നമ്മൾ കുളിപ്പിക്കാറ് അല്ലേ. അത്രയും നല്ല നമ്മുടെ തലയിൽ ഏറ്റവും നല്ല ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് ആ എണ്ണയാണ്. ആ എണ്ണ ഉണ്ടാക്കുമ്പോൾ എത്ര ഉൽപ്പന്നങ്ങൾ അതിൽ വേറെ ഉണ്ടാക്കാം. തേങ്ങ പിഴിഞ്ഞെടുത്ത് ബാക്കിയുണ്ട്. പിന്നെ അത് വേവിച്ചെടുത്തിട്ട് അതിൽ ബാക്കിയുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ച് ശർക്കരയും എല്ലാം ഉൾപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉൽപ്പന്നമായിട്ട് കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. അത് പോകുന്നത് എവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാം, ഹോട്ടലുകൾ അതുപോലെയുള്ള കടകളിലൊക്കെ. കാരണം 5 രൂപ ചില്ലറ കൊടുക്കാനല്ലേ ഇതിട്ട് ഒന്ന് എടുത്തു കൊടുക്കും മിഠായിട്ട്. പിന്നെ വേറെ ഒന്ന് നിങ്ങൾക്ക് കാണാം, ഒരു പാക്കറ്റിൽ കുറച്ച് കോക്കനറ്റ്, കുറച്ച് പിന്നെ ഇഞ്ചി, അല്ല ബദാം, ഇതെല്ലാം ഇട്ടിട്ട് ചെറിയ പാക്കറ്റായിട്ട് വെക്കും. അതൊരു യൂണിറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ അത്തരത്തിൽ ചിന്ത നമ്മുടെ ആളുകളുടെ അടുത്ത് വരണം. അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞു വന്നത് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്പേസസ് അവരുടെ ഓഫീസിൽ ബന്ധപ്പെടാം. അവിടെ ചെന്നാൽ അവിടെ ഓഫീസ് ഉണ്ട്, ആളുണ്ട്, അവിടെ നിങ്ങൾക്ക് എല്ലാ മെഷീനറികളും അവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അത് മാത്രമല്ല, ഇപ്പൊ കേരള കാർഷിക സർവകലാശാലയിൽ നമുക്ക് ഇടയ്ക്ക് വാർത്ത കാണാം, നിങ്ങൾ ഉൽപ്പന്നം കൊണ്ടുവരും എന്താണെങ്കിലും, അത് ഒരു മുളക് ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ, അതിന് വരെ എന്ത് സാധനമാണത് കൊണ്ടുവരും, ഞങ്ങൾ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി തിരിച്ച് തരാം. ഓക്കെ, അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അതിനുവേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതാണ് ഇന്നത്തെ വിഷയം. പോകാതിരിക്കാൻ കാരണം എന്താണ്, ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാതെ മനസ്സിലാക്കാതെ മറ്റ് ഏതെങ്കിലും ഫ്രോഡ് ഏജൻസികളെ ആയിട്ട് ബന്ധപ്പെടും. അവർ പറയും ഓക്കെ ഞങ്ങൾ റെഡി, ഇവർ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുക്കും. ഈ പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് സംരംഭമായ ആൾക്ക് പോലും അറിയാതെ വരും. ഇവർ ബാങ്ക് ചെല്ലുമ്പോഴേക്കും നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ ഒരു മാനേജറും അങ്ങനത്തെ ഒരാൾക്ക് വായ്പ കൊടുക്കില്ല. അതാണ് അതിന്റെ വിഷയം. ഒരു യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അത് പഠിച്ചിരിക്കണം. എന്നിട്ട് ഈ പറയുന്ന രൂപത്തിൽ ആ പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതെന്താണ് മറ്റൊരാൾ ഉണ്ടാക്കി തരുന്നതായിരിക്കാം ചിലപ്പോൾ, പക്ഷെ അത് നിങ്ങൾ പഠിക്കണം. അവരും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതിൽ എത്ര ആൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത്, എത്രയാണ് എനിക്കൊരു പിന്നെ മൊത്തം ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇലക്ട്രിസിറ്റി രൂപ ഒരു മാസത്തിന് വരും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എത്ര എനിക്ക് വിൽക്കാൻ കഴിയും, വിൽക്കുമ്പം അതിൻ്റെ ഒരു പോയിന്റിൽ വിൽക്കുമ്പോൾ എത്ര രൂപ എനിക്ക് അതിന് ലാഭം കിട്ടും, ഇതൊക്കെയാണ് പ്രൊജക്ട് റിപ്പോർട്ട്. അപ്പോൾ അത് നമ്മൾ സ്വന്തം പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ബാങ്കിനെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബാങ്കിനെ സമീപിച്ചാൽ ഒരു ബാങ്കും നിങ്ങളെ കഴിയുകയില്ല. പക്ഷേ സാമ്പത്തികം അങ്ങനെ നമുക്ക് കിട്ടും, അതിന് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടും. ഇനി ബാങ്ക് ആനുകൂല്യം ഇല്ലാതെ നിങ്ങൾ തുടങ്ങി, അതിനും നിങ്ങൾക്ക് സബ്സിഡികൾ ഗവൺമെന്റ് തരുന്നുണ്ട്. സ്വന്തം കാശ് നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങളെടുത്ത് തുടങ്ങിക്കോ, അതിനും നിങ്ങൾക്ക് സബ്സിഡി ഉണ്ട്. നമുക്കിപ്പോ ഒരു ബാങ്കിനെ സമീപിക്കാതെ നമ്മുടെ കയ്യിലെ നീക്കിയിരിപ്പുണ്ട്, നമ്മളൊരു സംരംഭം തുടങ്ങി. അപ്പൊ അതിനെങ്ങനെ സബ്സിഡി കിട്ടുക? അതിന് ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി ഉണ്ട്, അങ്ങനെ കിട്ടും. അത് പല രൂപത്തിലുള്ള സബ്സിഡി ഉണ്ട്. അതിനൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ആര് സമീപിക്കണം, വ്യവസായ കേന്ദ്രങ്ങളെ സമീപിക്കാം എന്ന് പറയുന്നത്. എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ജില്ലകളിലും അതുകൊണ്ട്
ഒരാശയവുമായിട്ട് അതിന് വ്യക്തമായ പ്ലാനോട് കൂടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് സ്വന്തം ഒരു എന്താ പറയാ, നമുക്കൊരു ബോധം ഉണ്ടാവുക, എനിക്ക് എന്ത് ഒന്ന് തുടങ്ങണം. ഞാൻ വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ, എൻ്റെ സമയമുണ്ട്, എനിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഫ്രീ ആണ്. അത് എന്താ ചെയ്യണം, അത് എനിക്കൊരു അതിനൊരു മൂല്യവർദ്ധിതമാക്കണം, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആദ്യം ചിന്ത വരണം. ആ ചിന്ത വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും നിങ്ങൾക്ക് ബാധകമല്ല, നിങ്ങൾക്ക് വിജയിക്കാം. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു കോളേജ് വിദ്യാഭ്യാസം കഴിയുന്ന ഒരാൾക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചോയ്സും കൂടിയാണത്. ഈ ഒരു ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഉള്ളവരുണ്ടാവും. ഞാൻ ഈ അടുത്ത് തന്നെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ പരിചയപ്പെട്ടിരുന്നു. അവൻ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ അവനത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി വിൽക്കുകയാണ്. അപ്പൊ അത് ഒരു കുട്ടികൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള അവരുടെ മനസ്സിൽ വരുന്ന ആശയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായ മാർക്കറ്റിംഗ് ആണ്. ഇന്നിപ്പോൾ കേരളം അല്ല മാർക്കറ്റിംഗ്, ഇന്ന് വേൾഡാ. ഇന്നെല്ലാം വേൾഡാണ് എല്ലാ മാർക്കറ്റിങ്ങും. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നം വേൾഡ് മാർക്കറ്റിംഗ് ആണ് ഇന്ന്. അതുകൊണ്ട് മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിലൊന്നും ഒരു വിഷയവും വരുന്നില്ല. നമ്മൾ ധൈര്യം ഉണ്ടാകുക, മുന്നോട്ട് വരിക. അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത്, ഞാൻ ഒരു ചെറിയ സംരംഭമായിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ രംഗത്തേക്ക് ഇത്രയും വന്നത്. അപ്പം ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് പഠിക്കണം, ഞാൻ ഫ്രീ ആയിട്ട് അത് അവർക്ക് ചെയ്തു കൊടുക്കും. ഒരു ക്ലോത്ത് ബാഗ് എങ്ങനെയൊക്കെ കട്ട് ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് പറഞ്ഞു കൊടുക്കാം. അതില്ലേ എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സാർ, ഇപ്പോൾ ഒരു സംരംഭം നമ്മൾ തുടങ്ങി, ഇപ്പോൾ നേരത്തെ പറഞ്ഞു 5 ലക്ഷം രൂപ മുതലുള്ളതിന് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ അതിൻ്റെ ആ പ്രൊസീജിയർ ഒന്ന് പറയാമോ? അതെ, ലൈസൻസ് എന്ന് പറയുന്നത് മറ്റുള്ള വീട്ടിലല്ല, നമ്മളല്ലാതെയാണ് തുടങ്ങുന്നത്. വീട്ടിൽ തുടങ്ങുന്നതിന് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ വേണ്ട എന്നുള്ളത്. പക്ഷെ അല്ലാത്ത രൂപത്തിൽ നമ്മൾ റൂം എടുത്താണ് തുടങ്ങുന്നത്. വീട്ടിൽ തുടങ്ങി അന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 ലക്ഷം എക്സ്പാൻഷൻ ചെയ്യണം. അപ്പം നമുക്ക് വേറെ റൂം എടുത്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ബിൽഡിങ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ ആ ബിൽഡിങ്ങിൽ നമ്മളെ ഈ യൂണിറ്റ് നടത്താൻ പഞ്ചായത്തിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലൈസൻസ് കിട്ടും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് 2-3 ഘടകങ്ങളായിട്ടാണ് ബിൽഡിങ്ങുകളുള്ളത്, കെട്ടിടങ്ങളുള്ളത്. അപ്പം അതിൽ വ്യവസായത്തിന് പ്രത്യേകമായിട്ട് ചില നിബന്ധനകളുണ്ട്. 2-3 ഘടകങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഒന്ന് നമ്മുടെ താമസത്തിനുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഈ 5 HP വരെ ഉള്ളത് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻഡസ്ട്രി ചെയ്യാം, അതിന് മേലെ അതിൽ ചെയ്യാൻ പെർമിഷൻ കിട്ടില്ല. നേരെ മറിച്ച് പിന്നെ മറ്റൊന്നുള്ളത് കൊമേഴ്ഷ്യലാണ്. കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് അവിടെ കച്ചവടങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അവിടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഇൻഡസ്ട്രീസ് ആണ്, അതിന് പ്രത്യേക ലൈസൻസ് ആണ്. അതിന് ഇത്ര വേണം എന്നുള്ള നിബന്ധന. ഇപ്പോൾ നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെളിച്ചെണ്ണ മില്ലാണ് തുടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പൊടികൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഉണ്ടെങ്കിൽ അതിന് ഇത്ര ഹൈറ്റ് ഇതെന്നുള്ളത് അതിന് നിയമവ്യവസ്ഥ ഉണ്ട്. അത് ശരി, ഇത്ര ഹൈറ്റ് വേണം എന്നുണ്ട്. സാധാരണ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് പോരാ, അതിന്റെ ഉയരം അതിന് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ഡോറുകൾ എങ്ങനെ വെക്കണം എന്നുള്ള വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ പിന്നെ ചില യൂണിറ്റുകൾക്ക് കിണർ സ്ഥാപനമായിട്ട് എത്ര ദൂര പരിധി വേണം എന്നുണ്ട്, എല്ലാത്തിനും അതില്ല, പലതിനും. അങ്ങനെയൊക്കെ ഓരോരോ നിയമങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട കെട്ടിടത്തിനുള്ള പെർമിഷൻ കിട്ടിയാലല്ലേ നമുക്ക് നമ്പർ കിട്ടുള്ളൂ. പെർമിഷൻ സ്ഥാപനങ്ങൾ തരുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി എടുക്കുന്ന കാര്യങ്ങളാണെങ്കിലോ, വൈദ്യുതിക്കും മറ്റു വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ചില ആളുകൾ വാടകയ്ക്ക് എടുത്ത് കഴിയുമ്പോൾ ചില ആളുകൾ ആ വാടകയിൽ തന്നെയുള്ള മീറ്ററിൽ നിന്ന് തന്നെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് നഷ്ടമാണ്. കാരണം നമ്മുടെ വ്യവസായത്തിന് ഇതിൻ്റെ താരിഫിന് വ്യത്യാസമുണ്ട്, റെസിഡൻസിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ കൊമേഴ്ഷ്യലിൽ വ്യത്യാസമുണ്ട്, ഇൻഡസ്ട്രിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിൽഡിംഗ് ആരുതായിക്കോട്ടെ അവരുടെ ഒരു കൺസെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഇതിന് എത്ര HP മോട്ടർ വേണം, അതിനുള്ള വൈദ്യുതി എക്സ്ട്രാ നിങ്ങളുടെ പേരിൽ അവിടെ വാങ്ങാം. അതിന് നിയമ തടസ്സമില്ല, വാങ്ങാം. അത് നിങ്ങൾക്ക് എത്ര കാലം വേണോ അത് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടും, മറ്റത് കിട്ടില്ല. ഇപ്പം എത്രയോ ആളുകൾ ബേക്കറി, ഞാൻ പോലെ ബേക്കറികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബേക്കറികൾ നാട്ടിൽ ആവശ്യം പോലെ കൂൾബാർ ബേക്കറികളുണ്ട്. അവിടെയൊക്കെ അവർക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള മിഷനറികളൊക്കെ ഉണ്ട്, പല ബേക്കറികളിലും ഉണ്ട് മിഷനറികൾ. ജ്യൂസ് ആണെങ്കിൽ ഒക്കെ ഇതിനൊക്കെ മിഷനറികളുണ്ട്. ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നത് അവിടുത്തെ മെറ്റീരിയൽ പവറിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, വലിയ സംഖ്യ
കറണ്ട് കറണ്ട് ബില്ല് മറ്റു പോകണം. നേരെ മറിച്ച് അവർ മിഷനറിയൊക്കെ ഉണ്ട്, അതിനനുസരിച്ചുള്ള രൂപത്തിലേക്ക് ബേസിലായിരുന്നെങ്കിൽ അവർക്ക് എന്ത് കിട്ടിയായിരുന്നു? താരിഫൊക്കെ ആയിട്ട് മാറ്റി കിട്ടും. അപ്പോൾ സ്വന്തമായിട്ട് ഇവരുടെ പേരിലായിരിക്കണം. ബിൽഡിങ്ങിന്റെ ഓണറുടെ പേരിലുള്ളതിന് സംരംഭകന്റെ പേരിൽ സബ്സിഡി കൊടുക്കില്ല. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കെട്ടിടം തിരഞ്ഞെടുക്കുമ്പോൾ ഒരാൾ തരുമ്പോൾ കെട്ടിടം നമുക്ക് വാടകയ്ക്കാണ്, ഓക്കെ, വാടകയ്ക്ക് അത് മതി. നേരെ മറിച്ച് സ്വന്തം സ്ഥലത്ത് ഒരു കെട്ടിടം ഉണ്ടാക്കുക നമുക്കൊരു സ്ഥാപനത്തിന് വേണ്ടി. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് സ്വന്തം സ്ഥലമുണ്ട്, എൻ്റെ പേരിലൊരു സ്ഥലമുണ്ട്, എനിക്കൊരു കെട്ടിടം ഉണ്ടാക്കണം, അതിന് പിന്നെ വായ്പ വേണം, ബാങ്ക് തരും. പക്ഷെ എന്ത് വേണം? ആ കെട്ടിടം ഉണ്ടാക്കുന്ന ആ ലാൻഡ് ബാങ്കിന് നമ്മൾ ഈടായിട്ട് കൊടുക്കണം, എങ്കിലേ തരുള്ളൂ. ചില ആളുകൾക്ക് ചില ഇതിൽ എന്നോട് പലപ്പോഴും പല ആളുകളും വന്ന് ചോദിക്കാറുണ്ട്, എൻ്റെ അമ്മയുടെ പേരിലാണ് അല്ല അച്ഛൻ്റെ പേരിലാണ്, അതുകൊണ്ട് എനിക്ക് വായ്പ കിട്ടുമോ? കിട്ടില്ല. അച്ഛൻ്റെ പേരിലാണെങ്കിൽ അതിൻ്റെ ഓണർ ആരായിരിക്കും? എപ്പോഴും ലാൻഡ് ഓണർ ആയിരിക്കും ബിൽഡിങ്ങിന് ഓണർ. അപ്പം ആ ബിൽഡിങ്ങിന് ഓണർ അച്ഛനാകുമ്പം മകനായ എനിക്ക് എന്ത് തരില്ല? ബാങ്ക് ലോൺ തരില്ല. അപ്പോൾ ഒന്നെങ്കിൽ അച്ഛൻ അത് സ്ഥലം എനിക്ക് എഴുതി തരണം, അതല്ലെങ്കിൽ അച്ഛൻ കെട്ടിടം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അമ്മ കെട്ടിടം ഉണ്ടാക്കിയിട്ട് എനിക്ക് വാടകയ്ക്ക് തരണം. അങ്ങനെ വാടകയ്ക്ക് എടുക്കാം. അപ്പോൾ കെട്ടിടത്തിന് കാശുണ്ടാവില്ല, വായ്പ കിട്ടില്ല, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം കിട്ടും. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് തുടങ്ങാം. സാർ, ഇപ്പം നമ്മൾ പലപ്പോഴും ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മൈക്രോ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി MSME എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രാലയമാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ സമീപിക്കാൻ പറ്റും? അവിടെ നിന്ന് എന്തൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് സമീപിക്കേണ്ടി വരുന്നത്? സാധാരണക്കാരൻ മുതൽ ഇവിടെ വൻകിടക്കാർക്ക് വരെ ഉള്ളതാണ് MSME. അതുകൊണ്ട് MSME ആണ്, മൈക്രോ മീഡിയം സ്മോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോ എന്ന് പറഞ്ഞാൽ അത്രയും വണ്ണുമായിട്ടുള്ള യൂണിറ്റ്, അത് മുതൽ മേലെ മെയിൻ എന്റർപ്രൈനർ ആയിട്ടുള്ള വലിയ കോടികളുടെ ഇതുവരെയുള്ള യൂണിറ്റുകൾ തുടങ്ങാം. സൂക്ഷ്മ, അതന്നെ, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം തുടങ്ങുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു മന്ത്രാലയം തന്നെ നിലവിലുണ്ട്. അതാണ് MSME ഇൻഡസ്ട്രീസിന്റെ MSME മന്ത്രാലയം. ഈ മന്ത്രാലയത്തിന്റെ കീഴിലാണ് പല സ്കീമുകളും നടപ്പിലാക്കുന്നത്. അത് പല ഏജൻസികളും നടപ്പിലാക്കുന്നത്. കാർഷിക നമ്മുടെ കൃഷി വകുപ്പ് കൂടെ ഇതിന് വായ്പയുണ്ട്, ഒരു സ്കീമുണ്ട്. അപ്പം അതുകൂടാതെ കൃഷി വകുപ്പ് കൂടെ പിന്നെ അതിന് ഗവൺമെന്റിന്റെ നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മെഷീനറികളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ പാഴ് ഉഴുത് മറിക്കാനാണ്, അപ്പം സാറിനല്ല അതിന് ട്രാക്ടറൊക്കെ വാങ്ങണം, അതിന് ആ ട്രില്ലർ വാങ്ങണം. അല്ലെങ്കിൽ ഇപ്പൊ പഴയ രൂപത്തിലല്ല പറമ്പിൽ കിളയ്ക്കാനുണ്ട് ട്രില്ലർ, ജനങ്ങൾക്കുള്ള ട്രില്ലറുകളുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പൊ തോട്ടി വാങ്ങണം, അതല്ലെങ്കിൽ അങ്ങനെ ഇനി ഈ കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ എന്ത് ഉൽപ്പന്നങ്ങൾ അതൊക്കെ വാങ്ങിക്കാനും 60% വരെ, ചിലതിന് 80% വരെ സബ്സിഡി കൊടുക്കുന്ന സ്കീമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്. അതുപോലെ ഈ പശു വളർത്തൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഫാം, പോൾട്രി ഫാം, പശു ഫാം തുടങ്ങിയിട്ടുള്ള ഫാമുകൾക്കൊക്കെ സബ്സിഡിയോട് കൂടിയുള്ള വലിയ ലോണുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ മെയിൻ ഇത് നമ്മുടെ MSME മന്ത്രാലയ. അതിന്റെ കീഴിൽ സ്റ്റേറ്റിൽ ഒരു ഓഫീസുള്ളത് നമ്മുടെ തൃശ്ശൂരാണ്, MSME ഓഫീസ് തൃശ്ശൂർ. അത് ഏത് വ്യവസായ കേന്ദ്ര ഓഫീസിൽ ചെന്നാലും അവിടുത്തെ അഡ്രസ്സും നമ്പറും കൊടുക്കും. അതില്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അപ്പം കിട്ടും. അവിടെ ഇതിന് സന്നദ്ധരായിട്ടുള്ള ഓരോ വിങ്ങിനും പ്രത്യേകം ഓഫീസർമാരുണ്ട്. ഓരോ വിങ്ങിനും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് വേണ്ടത്, മിഷനറിനെ കുറിച്ച് അറിയണം, ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് അറിയണം, പിന്നെ റോ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയണം, മാർക്കറ്റിംഗ് എന്തെന്ന് അറിയണം, അതിനൊക്കെ സെപ്പറേറ്റ് അവിടെ ഡയറക്ടർമാരും ആളുകളും തൃശ്ശൂർ അയ്യന്തോൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഓഫീസിലുണ്ട്. അയ്യന്തോളാണ് ഓഫീസ്. അവിടെ ചെന്നാൽ കിട്ടും. മാത്രമല്ല അവർ ഓരോ ആഴ്ചകളിലും സെമിനാർ നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 5 പൈസ ചെലവില്ല. നമ്മളവിടെ ചെന്നാൽ ഭക്ഷണം വരെ അവിടെ നിന്ന് നമുക്ക് തന്നുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നു. നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റുകാരെ വീണ്ടും അവരെ ഒന്നും കൂടെ സന്നദ്ധരാക്കാനും അവർക്ക് മുന്നോട്ട് നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനും യൂണിറ്റിനെ വിജയപ്രദത്തിലേക്ക് എത്തിക്കാനും അവിടെ ക്ലാസ്സുകൾ നടക്കുന്നു. അവിടെ എത്രയോ ആളുകൾ പങ്കെടുക്കുന്നു. ഓരോ ആഴ്ചകളിലും അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതിൽ പങ്കെടുത്താൽ അവിടെ പങ്കെടുത്ത് നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ അത്രയും വലിയ ഫാക്കൽറ്റികളാണ്. 5 പൈസ നമുക്ക് ചിലവില്ല. അല്ലാതെ നമ്മൾ പ്രൈവറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാസ്സിന് പങ്കെടുക്കണമെങ്കിൽ കൊടുക്കണം 10,000-15,000 രൂപ. അത് ഒരു 5 ദിവസം തന്നെ നിർത്തിയിട്ട് 5 ഫാക്കൽറ്റികൾ വെച്ചിട്ട് ഓരോന്നും നമ്മൾക്ക് എന്താണ് അത് സംശയം തീർത്തി അവിടുന്ന് വിടുന്നുള്ളൂ. അത്രയും സംവിധാനം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് എവിടെ ഒരുക്കിയിട്ടുണ്ട്, ഈ സംരംഭ രംഗത്ത് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇനി സംരംഭം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഇതും സാമ്പത്തിക ഉന്നമനം
ഇതിൽ കൂടെ മാത്രമേ ഉള്ളൂ, വ്യവസായങ്ങളിൽ കൂടെ. അതിൽ ഏറ്റവും വലിയൊരു ഘടകം ചെറുകിട വ്യവസായങ്ങൾ തന്നെയാണ്, സൂക്ഷ്മ വ്യവസായങ്ങളാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചെങ്കിലേ മറ്റത് പ്രോത്സാഹിക്കുള്ളൂ. അപ്പം മാത്രമല്ല, ഇവിടെ വലിയ വലിയ ഏത് ഇൻഡസ്ട്രിയിലേക്കും വേണ്ട പല ഉൽപ്പന്നങ്ങളും നമ്മൾക്ക് ഇവിടുന്ന് ബൈ പ്രൊഡക്റ്റ് അല്ലാതെ തന്നെ അവർക്ക് വേണ്ട ചില ഉൽപ്പന്നങ്ങളുണ്ടാവും. അത് നമുക്ക് ഇവിടുന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അതിനൊക്കെ ഈ MSME നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഒരു സംരംഭം തുടങ്ങാൻ ഒരാൾ മുന്നോട്ട് വന്നാൽ അവർക്ക് ഒരു പ്രയാസവുമില്ല. ഇതുപോലെ തന്നെ വീട്ടമ്മമാരാണെങ്കിലും പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, പിന്നെ ഇതിൽ മറ്റൊന്നും എനിക്ക് പറയാനുള്ള പല റിഹാബിലിറ്റി സെൻ്ററുകളൊക്കെ നടത്തുന്ന പല ആളുകളുണ്ടാവും. അവിടെ കുഞ്ഞുങ്ങളെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം വരെ അമ്മമാരൊക്കെ അവിടെ നിൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ ഇവർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു യൂണിറ്റ് അവർക്ക് ആരംഭിക്കുക, എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക. ആ ഉൽപ്പന്നം ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ വരുമാനം ഈ ജോലി എടുക്കുന്നവർക്കും കിട്ടും, ആ സ്ഥാപനത്തിനും കിട്ടും. ആ തരത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ ഈ വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പദ്ധതികളും അതിന് എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതിന് എന്ത് നിർദ്ദേശങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കൂടാതെ എല്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെടാം. വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇത് ഫോൺ നമ്പർ തരാം, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. സാറിൻ്റെ ഫോൺ നമ്പർ പറഞ്ഞോളൂ. എൻ്റെ ഫോൺ നമ്പർ 9440238551 9440732851. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇനി നേരിട്ട് കണ്ടിട്ട് എന്തെങ്കിലും സംസാരം ഒരു ഫീസും ഇല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു സംരംഭം എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെ അപേക്ഷ നൽകണം ചെയ്തു തരുന്നതാണ്. അപ്പോൾ സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു ചെറുകിട സംരംഭം തുടങ്ങി അത് വിജയിച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും വലുതാക്കി മാറ്റാനുമായിട്ടും നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ലഭ്യമാണ്. തീർച്ചയായിട്ടും ലഭ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ശ്രോതാക്കളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ സാറിൻ്റെ വിലപ്പെട്ട സമയമാണ് നമുക്ക് വേണ്ടി ഇവിടെ ചെലവഴിച്ചത്. ഒത്തിരി നന്ദി. നമസ്കാരം. സൂക്ഷ്മ ചെറുകിട വ്യവസായ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രി വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പറും സംരംഭകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനവും നൽകുന്ന അബ്ദുൾ അസീസ് CP സംസാരിക്കുകയായിരുന്നു ഇതുവരെ. വയലും വീടും പരിപാടി സമാപിക്കുന്നു. വയലും വീടും